ദേശീയ രാഷ്ട്രീയത്തിലിപ്പോൾ തിരക്കിട്ട ചർച്ചകൾക്ക് തിരികൊളുത്തിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡുവിൻ്റെ BJP പ്രവേശനം വലിയ തരത്തിലുള്ള ചർച്ചകൾ ആദ്യമെല്ലാം തുടങ്ങി വെച്ചിരുന്നുവെങ്കിലും പിന്നീട് ആ ചർച്ചകളെല്ലാം തന്നെ ശമനമായിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പെട്ടെന്ന് BJP സർക്കാരുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്കും ആശങ്കയിലേക്കും വഴിതെളിച്ചിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവും മോദിയും തമ്മിൽ 30 മിനിറ്റുകളോളം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ അമിത്ഷാ ഇല്ല എന്നുള്ളതും അതേസമയം തന്നെ ചന്ദ്രബാബു നായിഡു മോദിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ വലിയ ചർച്ചയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഒരർത്ഥത്തിൽ BJP സർക്കാരിൻ്റെ തന്ത്രം തന്നെയായിരുന്നു ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യത്തിൽ BJP സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും കൗശലപരമായ തന്ത്രം തന്നെയായിരുന്നു ഡബിൾ എഞ്ചിൻ സർക്കാർ. അതായത് സംസ്ഥാനവും രാഷ്ട്രവും ഒരേ പാർട്ടി തന്നെ ഭരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും എല്ലാ സംസ്ഥാനങ്ങളുടെയും ഭരണം സുഗമമായി നടന്നു പോകും. അതായിരുന്നു BJP മുന്നോട്ട് വെച്ചിരുന്ന ആശയം. അത് അല്ലാത്ത പക്ഷം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ നന്നേ കഷ്ടപ്പെടുകയാണ്. ആവശ്യത്തിനുള്ള ഫണ്ട് ലഭിക്കുന്നില്ല, പദ്ധതികളെല്ലാം തന്നെ അവതാളത്തിലാണ്, ആവശ്യപ്പെടുന്ന യാതൊരു പദ്ധതികളും നടപ്പിലാക്കുന്നില്ല, പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകൾ പോലും നീണ്ടു നിൽക്കുന്ന സാഹചര്യമാണ്, പുതിയ പദ്ധതികൾക്ക് അപ്രൂവൽ ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് BJP ഇതര അഥവാ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് തെലങ്കാനയും അതേസമയം തന്നെ ബീഹാറും എല്ലാം തന്നെ ആദ്യം ഇന്ത്യ സഖ്യത്തോടൊപ്പം നിന്നിട്ട് പിന്നീട് പെട്ടെന്ന് മുന്നണി മാറുന്ന സമീപനമുണ്ടാകുന്നത്, NDAയിലേക്ക് പോകുന്നത്. NDAയിലേക്ക് ഇരുവരും പോയ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പദവികളെല്ലാം തന്നെ ആശിച്ചിരുന്നു. പക്ഷേ ആശിച്ച പദവി ലഭിച്ചില്ല എങ്കിൽ പോലും BJP കൈവിടാതെ കൂടെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങളും അഥവാ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിന് നൽകിയതായി കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ 30 മിനിറ്റോളമാണ് പ്രധാനമന്ത്രിയുമായി ചന്ദ്രബാബു നായിഡു സംസാരിക്കുന്നത്. പക്ഷേ ആ സംസാരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് വീണ്ടും സംസ്ഥാനത്തിന് വേണ്ട പുതിയ പദ്ധതികളെക്കുറിച്ചും സംസ്ഥാനത്തിന് വേണ്ട ഫണ്ടുകളെക്കുറിച്ചുമാണ്. സംസ്ഥാനത്തെ മുൻപത്തെ സർക്കാർ 94 വകുപ്പുകളിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വകമാറ്റിയത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ സർക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് അദ്ദേഹം മോദിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ പ്ലാന്റിനെ സംബന്ധിച്ചും അസംസ്കൃത വസ്തുക്കളുടെ വിതരണത്തെക്കുറിച്ചുമെല്ലാം തന്നെ നായിഡു സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി തറക്കല്ലിടേണ്ടിയിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്തവരിൽ രാം മോഹൻ നായിഡുവും ഉൾപ്പെടുന്നുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹം മോദിയോടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപേ തന്നെ അശ്വനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തെ കാര്യങ്ങളും അദ്ദേഹത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റനവധി ഇൻഫ്രാസ്ട്രക്ചറുകളെ കുറിച്ചാണെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പുതിയ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ നായിഡു NDA സഖ്യത്തിലേക്ക് വന്നതിന് ശേഷം BJPയെ സംബന്ധിച്ച് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമെല്ലാം തന്നെ നായിഡു ആവശ്യപ്പെട്ടിരുന്ന പദവികളെ ചൊല്ലിയായിരുന്നു BJPയിൽ ആശങ്ക ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം അദ്ദേഹത്തിന് അർഹിക്കുന്ന പദവി നൽകുന്നുണ്ട്, അദ്ദേഹത്തിന് അർഹിക്കുന്ന പിന്തുണ നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും നായിഡുവിൻ്റെ ആവശ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മങ്ങലും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം പുതിയ ആവശ്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരർത്ഥത്തിൽ BJPയെ സംബന്ധിച്ച് നായിഡുവിനോട് സഹകരിച്ചില്ല എങ്കിൽ ഭരണം കൈവിടും എന്ന സാഹചര്യവും അതേസമയം തന്നെ സഹകരിച്ച് കൂടെ നടത്തിക്കഴിഞ്ഞാൽ കയ്യിലെ കാശും പോകും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.